ഓങ്ങനിന്നും സാഹിത്യ പ്രസംഗം നടത്തുന്നില്ല കേട്ടോ. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു മൊത്തത്തിലൊരു മരവിപ്പുണ്ട്. എന്തോ ഒരു സുഖക്കുറവുണ്ട് മൊത്തത്തിൽ. ശാരീരികമായിട്ടല്ല, മാനസികമായിട്ട് നമുക്കൊരു ഉന്മേഷക്കുറവുണ്ട്. അപ്പോൾ പിന്നെ പലതും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അബദ്ധം പറ്റാനും പലർക്കും വലിയ രീതിയിലുള്ള അപ്രിയങ്ങൾ അത് സമ്മാനിക്കാനും ഒക്കെ കാരണമാകും എന്നൊരു തോന്നലുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഇത്രയും കാലം പൊതുകാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് അല്പം സ്വകാര്യം പറയാം എന്നൊക്കെയുള്ള വിചാരമുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ പൊതുകാര്യമാണ് പറയുന്നത്. പൊതുകാര്യം എന്ന് പറയുമ്പം 2009 വരെ എൻ്റെ പൊതുവിജ്ഞാനത്തിൻ്റെ പരിസരത്തെങ്ങും അമിക്കസ് ക്യൂറി ഉണ്ടായിരുന്നില്ല. അല്ല, അതിനിടയിൽ ചോദിച്ചിട്ട് ഈ ജീവിത വിരക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഉന്മേഷക്കുറവ്, ശാരീരികമല്ലാത്ത ഉന്മേഷക്കുറവ് നമുക്കുണ്ടാവുന്നത് അതെന്തുകൊണ്ടായിരിക്കും? ഈ മധ്യവയസ്സിൻ്റെ പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? എന്തായാലും ഭ്രാന്തല്ല, അങ്ങനെ ഒരു തോന്നലുണ്ട്. ഭ്രാന്താണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവില്ല, അല്ലേ? എനിക്ക് പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ആത്മബോധമുണ്ട്, ശരിയായ ഒരു ആത്മബോധമുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഭ്രാന്തെന്ന് പറയാൻ പറ്റില്ല. എന്തോ ആവട്ടെ. ഇപ്പം നമുക്ക് എൻ്റെ ഒരു പൊതുവിജ്ഞാനത്തിൻ്റെ പരിസരത്തെങ്ങും ഉണ്ടാവാതിരുന്ന, അതായത് 2009 വരെയും എൻ്റെ പൊതുവിജ്ഞാനത്തിൻ്റെ പരിസരത്തെങ്ങും ഉണ്ടാവാതിരുന്ന ഒരു അമിക്കസ് ക്യൂറി എന്ന് ഞാൻ 2009 വരെ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ അമിക്കസ് ക്യൂറിയെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് ഒരു സിനിമയിലൂടെയാണ്. ഇവിടം സ്വർഗമാണ് എന്ന് പറയുന്നൊരു സിനിമ. ശ്രീനിവാസനാണ് അമിക്കസ് ക്യൂറി ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുന്നത്. അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് ഈ കോടതി വ്യവഹാരങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ, ഒരു വിധി പറയാൻ, അതിന് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ, വേണ്ട വിവരങ്ങൾ ശേഖരിക്കുക, ഒരു വിധിയെ സഹായിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ, അതല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഒക്കെ ആവാം, എന്തോ ആവട്ടെ, ആ സംവിധാനമാണ് അമിക്കസ് ക്യൂറി. ഇപ്പോഴും ഈ അമിക്കസ് ക്യൂറി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് സിനിമ കാരണമാണ്. സിനിമകൾ റിലീസ് ആയതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ ആ സിനിമയെക്കുറിച്ചുള്ള അവലോകനങ്ങൾ 48 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ സംഭവിക്കാവൂ എന്ന് പറയുന്ന ഒരു നീക്കം, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചലച്ചിത്ര സമൂഹത്തിന്റെ പാപ്പരത്വമാണ് അത്തരമൊരു വിധിയിലൂടെ, അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശത്തിലൂടെ പ്രകടമാവുന്നത്. നമ്മുടെ ആ പ്രേക്ഷക സമൂഹത്തിന്റെ പാപ്പരത്വം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിധിയിലൂടെ കോടതി നമുക്ക് മുന്നിലേക്ക് വെളിവാക്കി തരുന്നത്. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു മലയാള പ്രേക്ഷകൻ ഒരു സിനിമ കാണണോ വേണ്ടയോ എന്നുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് നമ്മുടെ നവമാധ്യമങ്ങളിലൂടെ വരുന്ന സിനിമകളെ കുറിച്ചുള്ള അവലോകനങ്ങൾ കേട്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഈ ഒരു പരിപാടികൾക്ക് ശേഷമാണ് ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന് മലയാളി പ്രേക്ഷകൻ തീരുമാനമെടുക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്തുമാത്രം നമ്മുടെ ആളുകൾ ബുദ്ധിയില്ലാത്തവരാണ്, അവരുടെ സൈദ്ധാന്തിക പരിമിതി എത്രത്തോളം ശക്തമാണ് എന്നുള്ളതാണ് ഈ അമിക്കസ് ക്യൂറിയുടെ സഹായത്തോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ഈ നൽകിയ നിർദ്ദേശത്തിലൂടെ വെളിവാക്കി തരുന്നത്. സങ്കടകരമാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണോ ഒരാൾ സിനിമയ്ക്ക് പോകേണ്ടത്? എന്തൊരു ഗതികെട്ട ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. ഓരോ സിനിമയും ഒരു പ്രേക്ഷകനിലേക്ക് എത്തുമ്പോൾ അത് രസിക്കുകയോ രസിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രസതന്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ആ പ്രേക്ഷകന്റെ ആസ്വാദന ശേഷിക്ക് അനുസരിച്ചിട്ടാണ് ആ സിനിമ രസിക്കുകയോ രസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ശരിയല്ലേ? ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാവിന് രുചിക്കുന്നത് മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെ രുചിക്കണമെന്നില്ല. അതുപോലെ തന്നെയാണ് സിനിമയും. ഞാനൊരു സിനിമ കണ്ടതിന് ശേഷം എനിക്ക് എൻ്റെ ആസ്വാദന വിവരണം വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് എത്തിക്കാം. ഒരു സിനിമ ഞാൻ ഇത് കണ്ടു, അതെന്നെ ഇങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അതിനകത്തൊരു വിലയിരുത്തലാവരുത്. അതൊരിക്കലും ആസ്വാദന വിവരണം എന്ന് പറയുന്നത് ഒരിക്കലും വിലയിരുത്തലാവരുത്. കോടതി ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഈ സംസാരം മഹാമുഷിപ്പനായാണ് ഇതുവരെ എഡിറ്റ് ചെയ്തെത്തിയപ്പോൾ എനിക്ക് തോന്നിയത്. എന്റെ അവസ്ഥ ഇതാണെങ്കിൽ നിങ്ങളൊക്കെ എത്രത്തോളം സഹിക്കേണ്ടി വരും. അങ്ങനെ ഒരു ചിന്ത തലക്കടിച്ചപ്പോൾ ഈ വർത്തമാനം ഇവിടെ നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നി. ഈ വിഷയത്തിന്മേൽ എനിക്ക് പറയാനുള്ളത്
കാട് കയറാതെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കാം. ഈ മാനസികാവസ്ഥയിൽ പക്ഷേ എന്തു പറഞ്ഞാലും മുഷിയും. എന്തുകൊണ്ടാണ് ഇത്തരമൊരു മാനസികാവസ്ഥ? മധ്യവയസ്സിലെത്തുന്നവർക്കെല്ലാം ഉണ്ടാവുന്ന മനോനിലയാണോ ഇത്? അതോ എൻ്റെ മാത്രം പ്രശ്നമോ? ആർക്കാണ് ഉപകാരപ്പെടുന്ന നിലയിൽ എനിക്കൊരു ഉപദേശം നൽകാൻ സാധിക്കുക? എന്തായാലും കോക്കുണ്ണിമാരെ കുറിച്ചുള്ള സംസാരം നമുക്ക് നാളെ തുടരാം. Sasariri mama papa riri mama papa nini mama papa nini sa 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 ni da pa ma ga re ma pa pa mama pa pa ma pa da ni da pa ni da pa ma ga re sa dim dim na 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 dim dim na 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 de na dum na 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 dum dim dim na 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 dim dim na 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 de na dum na 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 ga re ga ma pa ma ga. എന്തോന്ന് കഴിക്കുന്നത്? കേൾക്കണ്ട്. കേൾക്കണ്ടോ? Why do I end up like this? Waiting by the phone like you'll call